ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ശുചിത്വ സാഗരം സുന്ദര തീരം. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ശുചിത്വ സാഗരം സുന്ദര തീരം രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 11, 2025 വെള്ളിയാഴ്ച 7 മണി മുതൽ 11 മണി വരെ തിരൂർ നിയോജക മണ്ഡലത്തിൽ വെട്ടം ഗ്രാമപഞ്ചായത്തിലെ ആശാൻപടി മുതൽ ആലിൻചുവട് വരെ വാക്കാട് ലാൻഡിംഗ് സെന്ററിൽ വെച്ച് നടത്തിയ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ബഹുമാനപ്പെട്ട തിരൂർ നിയോജക മണ്ഡലം MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ അവറുകൾ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത കർമ്മസേന, MNR EGS, ആശാ വർക്കർമാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, മലയാളം സർവകലാശാല NSS വോളണ്ടിയേഴ്സ്, IRW NGO, അലിഗഡ് ക്യാമ്പസ് വോളണ്ടിയേഴ്സ്, CH സെന്റർ, യുവജന വായനശാല ഗ്രന്ഥാലയം, യൂണിറ്റി സർവീസ് മൂവ്മെന്റ്, മിക്സ് പുത്തനത്താണി, സാഫ് പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരും പ്രദേശവാസികൾ, പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ, രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു. വാർഡ് മെമ്പർമാരായ ഇർഫാന CM, ടിജു N, സൈനുദ്ദീൻ K, ഫാറൂഖ് TP, റിയാസ് ബാബു K, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വൈശാഖ്, ഫിഷറീസ് ഓഫീസർ അനഘ, ഓഫീസ് അറ്റൻഡന്റ് അബ്ദുൽ ജബ്ബാർ, സാഫ് മിഷൻ കോർഡിനേറ്റർ ഹിബിൻ, പ്രൊമോട്ടർമാരായ നെസൂബിയ, ഷഫീർ, ഷംസീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരൂരിലെ വെട്ടം പഞ്ചായത്തിലെ വാക്കാട് ബീച്ചിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരും ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ. നാം ഹരിത കേരളം എന്ന മഹാലക്ഷ്യത്തിലേക്ക് നടക്കുകയാണ്. ശുചീകരണത്തിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ കേരളം സുന്ദര തീരം എന്ന വലിയൊരു സ്ലോഗനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് തീര മേഖല നാം ശുചീകരിക്കുകയാണ്. അവിടെയുള്ള അജൈവ മാലിന്യങ്ങൾ നീക്കാൻ ഇന്ന് വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരു യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാനും ഇതിൻ്റെ ഭാഗമാണ്. ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുണ്ട്, സ്കൗട്ട് ഗൈഡിൻ്റെ ആളുകളുണ്ട്, NCCയുടെ ആളുകളുണ്ട്, NSSൻ്റെ ആളുകളുണ്ട്, പ്രിയങ്കരായ നാട്ടുകാരായ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും കൂടി ഒത്തുകൂടി 4 കിലോമീറ്ററോളം വരുന്ന തിരൂർ മണ്ഡലത്തിലെ വെട്ടം പഞ്ചായത്തിലെ തീരമേഖലയിൽ ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മണി മുതൽ പ്രഭാതം മുതൽ ഈ പ്രവൃത്തിയിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് വാക്കാട് ബീച്ചിലാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ രാവിലെ മുതൽ ഈ ശുചീകരണ പ്രക്രിയയിൽ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാനും ചേർന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ ലക്ഷ്യം നേടേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ ശുചീകരിച്ച് സുന്ദരമാക്കി നമുക്ക് നിർത്തേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. 600ഓളം വരുന്ന 590-ലേറെ കിലോമീറ്റർ വരുന്ന തീരമേഖലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൽ തീരദേശത്തിനുള്ള പങ്ക് ചെറുതല്ല. ആ പ്രദേശം മലിനപ്പെട്ടു പോയാലുണ്ടാകുന്ന ദുസ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ നമ്മുടെ മേഖലയിലേക്ക്, കേരളത്തിലേക്ക് ആവേശത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒഴുക്ക് നിലക്കാൻ പാടില്ല. അതിനെ നമുക്ക് കൂടുതൽ അതിശീഘ്രം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവകളെയൊക്കെ നാം ശുചീകരിച്ച് നിർത്തേണ്ടതുണ്ട്. ഇതൊരു സർക്കാർ പദ്ധതിയായി ആണ്ടിലൊരിക്കൽ നടക്കേണ്ടതല്ല. ഇന്ന് ഇതിലൂടെ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം കേരളത്തിലെ ഓരോ പൗരനും, രാജ്യത്തെ ഓരോ മനുഷ്യനും ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. അതിന് ഒരു നിമിഷം നേരം ഓരോ ദിവസവും ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ നാട് ശുചീകരിച്ച് നിർത്താൻ, ഈ ഹരിത സുന്ദരമായ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലേക്ക് എളുപ്പത്തിൽ നമുക്ക് പാഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഓരോരുത്തരും ഈ ഉത്തരവാദിത്വം ഓരോ ദിവസവും ഓരോ നിമിഷവും നിർവഹിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പാൻ മീഡിയ ന്യൂസ്, തിരൂർ.